എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിറ്റ് 5 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്കായി 5. ആ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഗുസർത്തെ പൽ എന്നാണ്. അപ്പോൾ ഗുസർത്തെ പൽ എന്ന് പറയുമ്പോൾ പൽ എന്ന് പറഞ്ഞാൽ നിമിഷം, ഗുസർത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേരിൽ പറയുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ശ്രീ അരുൺ കമൽ രചിച്ച ഒരു കവിതയാണ്. ആ കവിതയുടെ പേര് ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്നാണ്. അപ്പോൾ ഖുഷ്ബു എന്ന് വെച്ചാൽ സുഗന്ധം, രചന എന്ന് വെച്ചാൽ ക്രിയേറ്റ് ചെയ്യുക, ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ. അപ്പം സുഗന്ധം സൃഷ്ടിക്കുന്ന കൈകൾ അല്ലെങ്കിൽ കൈകൾ സുഗന്ധം സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു വരുന്നത് ടൈറ്റിൽ, ആ ഒരു തലക്കെട്ടിൻ്റെ അർത്ഥം അതാണ്. ഇനി നമുക്ക് കവിതയിലോട്ട് കടക്കാം. കൈ ഗലിയോ കെ ബീച്ച് കൈ നാലോ കെ പാർ. കൈ എന്ന് വെച്ചാൽ അനേകം, ഗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കുറഞ്ഞ വഴികളെയാണ് ഗലി എന്ന് പറയുന്നത്. അപ്പം അത്തരം വീതി കുറഞ്ഞ വഴികളുടെ ഇടയിലായിട്ട്, ബീച്ച് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ, ഇടയിൽ എന്നുള്ള അർത്ഥമാണ്. കൈ നാലോ കെ പാർ, അനേകം അല്ലെങ്കിൽ ഒരുപാട്. നാലെന്ന് വെച്ചാൽ ഈ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഇടുന്ന കനാൽ ഉണ്ടല്ലോ, അതിൻ്റെ പാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശത്തായിട്ട്. കൂടെ കർക്കട്ട് കെ ഢേറോ കെ ബാദ്. കൂടെ കർക്കട്ട് എന്ന് വെച്ചാൽ വേസ്റ്റ്. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ ഢേർ എന്ന് വെച്ചാൽ കൂമ്പാരം, അതിനൊക്കെ ശേഷം. ബദ്ബൂ സെ ഫട്ടെ ജാത്തെ ഇസ് टोले के अंदर खुशबू रचते हैं हाथ, खुशबू रचते हैं हाथ. ബദ്ബൂ സെ ഫട്ടെ ജാത്തെ ഇസ് ടോലെ കെ അന്തർ. ടോല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്, പക്ഷെ സൗകര്യമൊന്നും ഇല്ലാത്ത, ഇങ്ങനെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ ഒരു ഏരിയനെയാണ് ടോല എന്ന് പറയുന്നത്. അപ്പം അത്തരം ടോലകളിൽ എന്താണ് ഉണ്ടാകുന്നത്? ബദ്ബൂ സെ ഫട്ടെ ജാത്തെ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. അപ്പോൾ ദുർഗന്ധം കൊണ്ട് നമുക്ക് മൂക്ക് പൊത്താൻ തോന്നുന്ന രീതിയിൽ, ഭട്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്രയും ദുർഗന്ധം നിറഞ്ഞ ആ വാസസ്ഥലത്ത് എന്താണ് ഉണ്ടാവുന്നത്? ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്, ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്. അതായത് സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു കൈകൾ, സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു കൈകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു സ്റ്റാൻസയുടെ അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ ആളുകളാണെങ്കിൽ ഒട്ടും പ്ലസൻ്റ് അല്ലാത്ത ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, വേസ്റ്റൊക്കെ ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുന്ന ആ ഒരു ഏരിയയിലാണ് ആളുകൾ സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ വരെ ആളുകൾക്ക് ദുർഗന്ധം കാരണം മൂക്ക് പൊത്തേണ്ട ഒരു അവസ്ഥയാണ്. അത്തരം സ്ഥലത്ത് നിന്നും സുഗന്ധം ഇവരെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റാൻസയിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയിലോട്ട് കടക്കാം. ഉബുരി നസോ വാലെ ഹാത്ത് ഘിസെ നാഖൂനോ വാലെ ഹാത്ത്. ഉബുരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണപ്പെടുന്ന, ഉഭർണ എന്ന് വെച്ചാൽ കാണപ്പെടുന്ന, നസോ വാലെ ഹാത്ത് എന്ന് പറഞ്ഞാൽ അതായത് കയ്യിൽ ഞരമ്പുകൾ വളരെ ക്ലിയർ ആയിട്ട് കാണപ്പെടുന്ന കൈകൾ. ഘിസെ നാഖൂനോ വാലെ ഹാത്ത്. നാഖൂൻ എന്ന് പറഞ്ഞാൽ നഖം, ഘിസെ നാഖൂൻ എന്ന് വെച്ചാൽ തേഞ്ഞു പോയിട്ടുള്ള. അപ്പം ഒരുപാട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ നാഖൂൻ, അവരുടെ നഖം തേഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം ഇത്തരം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ കൈയിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ കയ്യിലെ നസ് എന്ന് പറഞ്ഞ ഞരമ്പ്, ആ ഞരമ്പൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ കാണപ്പെടും കയ്യിൽ. അതുപോലെ തന്നെ അവരുടെ നഖങ്ങളൊക്കെ ഘിസേ ഹുവയാണ്, അതായത് തേഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് എന്താണ് പറയുന്നത്? പീപ്പൽ കെ പത്തേ സെ നയേ നയേ ഹാത്ത്. നയേ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ. ഹാത്ത് കൈകൾ. എന്തുപോലെയുള്ള? പീപ്പൽ കെ പത്തേ പോലെയുള്ള. പീപ്പൽ എന്ന് പറഞ്ഞാൽ ഈ ആൽമരം, ആൽമരത്തിൻ്റെ ഇല പോലെയുള്ള പുതിയ പുതിയ കൈകൾ. ജൂഹി കി ഡാൽ സെ ഖുഷ്ബുദാർ ഹാത്ത്. ജൂഹി എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവാണ്, അതിൻ്റെ ഡാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ശാഖ എന്നൊക്കെ പറയാം. പക്ഷെ അത്ര കട്ടിയുള്ളതല്ലല്ലോ ഈ മുല്ലപ്പൂവിൻ്റെ തണ്ട് എന്നൊക്കെ പറയുന്നത്. അതിനേക്കാൾ ഖുഷ്ബുദാർ എന്ന് വെച്ചാൽ അതിനേക്കാൾ സുഗന്ധമുള്ള കൈകൾ. ഗന്ധേ കട്ടേ പിട്ടേ ഹാത്ത്. ഗന്ധ എന്ന് വെച്ചാൽ ഡേർട്ടി ആയിട്ടുള്ള, വൃത്തിയില്ലാത്ത. കട്ടേ പിട്ടേ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞിട്ടൊക്കെയുള്ള അങ്ങനത്തെ പാടുകളൊക്കെ ഉള്ള കൈകൾ. ജഖ്മ സെ ഫട്ടേ ഹുവേ ഹാത്ത്. അതുപോലെ മുറിവ് കാരണം
ജഖ്മ എന്ന് വെച്ചാൽ മുറിവ് എന്നാണ്, ഭട്ടി എന്ന് വെച്ചാൽ മുറിഞ്ഞ എന്നാണ്. അത്തരം കൈകൾ ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്, എന്താണ് ഈ കൈകൾ സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു. ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്, സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു ഈ കൈകൾ. അപ്പോൾ ഈ സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? ഈ സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത്. ഇപ്പം പറയുന്നത് അവരുടെ കൈകളുടെ പ്രത്യേകതയാണ്. അപ്പം അതിൽ ഒരുപാട് ജോലി ചെയ്തിട്ട് എന്താണ് നഖമൊക്കെ തേഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ കയ്യിലെ എല്ലാ ഞരമ്പുകളും ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ആളുകളുണ്ട്. പിന്നെ ചിലരുടെ കൈകൾ എന്ന് പറഞ്ഞാൽ ആലിലയൊക്കെ പോലെ പുതിയതായിട്ടുള്ളതാണ്. അതായത് അവർക്ക് ഈ ജോലി ചെയ്ത് പരിചയമില്ല. അത് ചിലപ്പോൾ കുട്ടികളെയും ഡിനോട്ട് ചെയ്യാം. കാരണം ഈ ജോലിയിലോട്ട് പുതിയതായിട്ട് വരികയാണ്, അവരുടെ കൈയൊന്നും ഇത്ര റഫല്ല. അതുപോലെ തന്നെ ജൂഹി കി ഡാൽ സെ ഖുഷ്ബുദാർ ഹാത്ത് എന്ന് പറയുമ്പോൾ അതും അധികം കട്ടിയില്ലാത്തതിനും അതുപോലെ തന്നെ ഖുഷ്ബുദാർ എന്ന് പറയുമ്പോൾ നല്ല സ്മെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം കൈകൾ, അതായത് ഈ ജോലിയൊക്കെ ചെയ്ത് അത്ര ഡേർട്ടിയൊന്നും ആവാത്ത ഈ ഒരു ജോലിയിലോട്ട് പുതിയതായിട്ട് വരുന്ന ആളുകളുടെ കൈകളെയാണ് ആ 2 വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് ഡേർട്ടി ആയിട്ടുള്ള കൈകളുള്ളവരുണ്ട്, ഒരുപാട് മുറിവിൻ്റെ പാടുകളുള്ള കൈകളുള്ളവരുണ്ട്, കൈ മുറിഞ്ഞിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം തന്നെ എന്താണ് ചെയ്യുന്നത്? ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്, ഇവർ സുഗന്ധം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യഹി ഇസ് ഗലി മേ ബൻതി ഹെ मुल्क की मशहूर अगरबत्तियाँ इन्हीं गंदे मोहल्लों के गंदे लोग बनाते हैं. केवड़ा, गुलाब, खस और रात रानी अगरबत्तियाँ. അപ്പോൾ എന്താണ് ഈ ഒരു റീജിയൻ്റെ, ഈ ഗലി എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണെന്നറിയോ? യഹി ഇസ് ഗലി മേ ബൻതി ഹെ, ഈ ഒരു തെരുവിൽ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ബൻതി ഹെ ഉണ്ടാക്കപ്പെടുന്നത്. എന്താണ്? മുൽക്ക് കി മഷ്ഹൂർ അഗർബത്തിയ, മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള, അഗർബത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗർബത്തി ചന്ദനത്തിരിയൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ് ഉണ്ടാക്കപ്പെടുന്നത്. മുൽക്ക് കി മഷ്ഹൂർ അഗർബത്തിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ദേശത്തെ, മുൽക്ക് എന്ന് പറഞ്ഞാൽ ദേശം എന്നാണ്. അപ്പം ഈ ഒരു ദേശത്തെ മഷ്ഹൂറായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള അഗർബത്തിയ, ചന്ദനത്തിരികളും കാര്യങ്ങളൊക്കെ. ഇൻഹി ഗന്ദേ മുഹല്ലോ കെ ഗന്ദേ ലോഗ്, ഇൻഹി എന്ന് പറയുമ്പോൾ ഇതേ തെരുവിലെ, ഇത്തരം ഈ പ്രദേശത്തെ ആളുകൾ, അതായത് ഗന്ദേ മുഹല്ല എന്ന് പറയുമ്പോൾ ഡേർട്ടി ആയിട്ടുള്ള പ്രദേശത്തെ, ഗന്ദേ ലോഗ് ഡേർട്ടി ആയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള ആളുകൾ, ബനാത്തെ ഹെ ഉണ്ടാക്കുന്നത് എന്താണ്? കേവട, ഗുലാബ്, ഖസ് ഓർ രാത് റാണി അഗർബത്തിയ, പലതരം ഫ്രേഗ്രൻസിലുള്ള അഗർബത്തികൾ ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ഈ ദേശത്തിൽ മുഴുവൻ ഫേമസുമാണ്. അപ്പോൾ കേവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈതപ്പൂവ്, അതുപോലെ തന്നെ ഗുലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്, ഖസ് എന്ന് പറഞ്ഞാൽ രാമച്ചം, രാത് റാണി എന്ന് പറയുന്നത് നിശാഗന്ധി. ഇതിൻ്റെയൊക്കെ ഫ്രേഗ്രൻസിലുള്ള അഗർബത്തികൾ ഇവിടെയാണ് ഉണ്ടാക്കപ്പെടുന്നത്. ദുനിയാ കി സാരി ഗന്ദഗി കെ ബീച്ച്, ലോകത്തെ എല്ലാ, ഗന്ദഗി എന്ന് പറഞ്ഞാൽ ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ, വൃത്തിഹീനമായ എല്ലാത്തിൻ്റെയും ബീച്ച് ഇടയിലായിട്ട്. ദുനിയാ കി സാരി ഖുഷ്ബു, ഈ ലോകത്തിലെ മുഴുവൻ സുഗന്ധവും രച്തേ രഹത്തെ ഹെ ഹാത്ത്, ക്രിയേറ്റ് ചെയ്യുന്നത് കൈകളാണ്. ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്, ഖുഷ്ബു രച്തേ ഹെ ഹാത്ത്, എന്താണ്? സുഗന്ധം നിർമ്മിക്കുന്നു കൈകൾ, സുഗന്ധം ക്രിയേറ്റ് ചെയ്യുന്നു കൈകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കവിതയിൽ മുഴുവനായിട്ട് എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളി വർഗത്തെ കുറിച്ചിട്ടാണ്. അവരെന്താണ് തെരുവുകളിലും മറ്റുമാണ് താമസിക്കുന്നത്. അധികം സ്പേസ് ഒന്നുമില്ല, ചെറിയ ചെറിയ വഴികളൊക്കെ പോകുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയാസിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർക്ക് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പോലും ഇല്ല. അവർക്ക് ഒരു സാമാന്യ ആളുകൾക്ക് താമസിക്കാൻ വേണ്ട പോലത്തെ സൗകര്യങ്ങൾ പോലും ഇല്ല. അവർ അത്രയും വൃത്തിഹീനമായിട്ടുള്ള പരിസരത്താണ് താമസിക്കുന്നത്. അവരെ കാണാനും അവരുടെ അപ്പിയറൻസിലും പലപ്പോഴും അവർ നീറ്റായിട്ടുള്ള ആളുകളാണെന്ന് തോന്നില്ല. വൃത്തിഹീനമായിട്ടുള്ള കൈകളും മറ്റൊക്കെ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായാലും ലോകത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ദേശത്തിൽ മുഴുവൻ ഫേമസ് ആയിട്ടുള്ള, ദേശത്തിൽ മുഴുവൻ സുഗന്ധം പരത്തുന്ന ഈ അഗർബത്തികൾ ഇത്തരം ആളുകളാണ്, ഇത്തരം തൊഴിലാളികളും ഇത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്നവരുമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം, ദുനിയാ കി സാരി ഗന്ദഗി കെ ബീച്ച്, ലോകത്തെ എല്ലാ വൃത്തിഹീനമായ സാഹചര്യത്തിൻ്റെയും ഇടയിലും ദുനിയാ കി സാരി ഖുഷ്ബു, ലോകത്തിലെ മുഴുവൻ എന്താണ് സുഗന്ധവും രച്തേ രഹത്തെ ഹെ ഹാത്ത്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൈകൾ എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പം അത്രയും നെഗറ്റീവായ ഒരു സാഹചര്യത്തിൽ നിന്നും ആളുകൾക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ തൊഴിലാളി വർഗം ലോകത്തിൽ സുഗന്ധം പരത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത് കാണിക്കുകയാണ് ഈ ഒരു കവിതയിലൂടെ കവി. ഓക്കെ, ഇനി നമുക്ക് കവിനെ കുറിച്ചിട്ട് ഒന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടെങ്കിൽ മിസ്സായി പോകാനായിട്ട് പാടില്ല. അപ്പം കവിയുടെ പേരെന്താണ്? അരുൺ കമൽ എന്നാണ്. അദ്ദേഹം 15 ഫെബ്രുവരി 1954 ബീഹാറിലാണ് ജനിച്ചത്. 15 ഫെബ്രുവരി 1954. ഓക്കെ, वे हिंदी साहित्य के समकालीन कवि है जो प्रगतिशील विचारधारा से संपन्न है. അദ്ദേഹം സമകാലീന കാലത്തിലെ കവിയാണ്. അതായത് പ്രസന്റ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം കവിതകൾ രചിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പ്രഗതിശീൽ വിചാരധാര ഉണ്ട്. പ്രഗതിശീൽ വിചാരധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമനവാദം അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. ഉൻക വാസ്തവിക് നാം അരുൺ കുമാർ ഹെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അരുൺ കുമാർ എന്നാണ്. അരുൺ കമൽ എന്നുള്ളത് അദ്ദേഹം റൈറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പെൻ നെയിമാണ്. ഉൻക പെഹല കവിതാ സംഗ്രഹ അപ്നി കേവൽ ധാർ 1980 में പ്രകാശിത് ഹുവ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള അപ്നി കേവൽ ധാർ, അതിൻ്റെ പേര് അപ്നി കേവൽ ധാർ എന്നാണ് ആദ്യത്തെ കവിതാ സംഗ്രഹത്തിൻ്റെ. അത് 1980 പ്രകാശിത് ഹുവ എന്ന് വെച്ചാൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത്. 1989 में उनका दूसरा संग्रह सबूत प्रकाशित हुआ और 1996 में तीसरा संग्रह नए इलाके में, जिसके लिए उन्हें साहित्य अकादमी पुरस्कार से सम्मानित किया गया. അപ്പോൾ 1980 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള അപ്നി കേവൽ ധാർ പബ്ലിഷ് ചെയ്യപ്പെട്ടതിന് ശേഷം 1989 അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള സബൂത്ത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിനുശേഷം 1996 മൂന്നാമത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള നയേ ഇലാക്കെ മേ പബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇസ് സംഗ്രഹ की दूसरी कविता है खुशबू रचते हैं हाथ. അപ്പം മൂന്നാമത് പറഞ്ഞ കവിതാ സംഗ്രഹമില്ലേ നയേ ഇലാക്കെ മേ, അതിനാണ് അവാർഡ് കിട്ടിയത്. അതായത് ഈ സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത്. ആ കവിതാ സംഗ്രഹത്തിലെ രണ്ടാമത്തെ കവിതയാണ് ഖുഷ്ബു രച്തേ ഹെ ഹാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.